താൻ താൻ ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവിച്ചിടുക എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെയൊന്നും അല്ല മക്കളെ. തമ്മിലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലടി നിങ്ങൾ വോട്ട് കൊടുക്കണമെന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. തമ്മിലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി തമ്മിലടിയാണ്, വേറെ ഒന്നുമല്ല. ബാത്റൂമിൽ കയറിയിട്ട് ലാലേട്ടൻ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് 3 പേരും ബാത്റൂമിൽ കയറിയത്? അതിന് മറുപടി ഇല്ലായിരുന്നു. പക്ഷെ ലാലേട്ടൻ അറിയായിരുന്നു എന്തിനാ കയറിയെന്ന്. അതായത് പുറത്തുള്ള രഹസ്യങ്ങൾ, അതായത് ഒരാൾ പുറത്തു പോകുമ്പോൾ നമ്പർ എഴുതി കൊടുക്കുകയാണ് ഇവറ്റകൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ആദിലെ ആരോ പുറത്തു പോകും എന്ന് കണ്ടപ്പോഴേ അനുമോള് പോയിട്ട് നമ്പർ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴെല്ലാം കൂടി തല്ലിപ്പിരിഞ്ഞപ്പോൾ ഇതെല്ലാം വെളിയിലായി. ഞാൻ പറഞ്ഞില്ലേ, അനുമോള് നല്ല രീതിയിൽ ഈ ആദില നൂറമറ ഭയക്കുന്നുണ്ട്. അതിന്റെ രഹസ്യം ഇതാണ്. ഞാൻ ഇത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. അനുമോള് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഇവരുടെ കാല് പിടിച്ച് നിൽക്കുന്നതിന്റെ കാര്യം എന്താ? ഈ നമ്പർ എഴുതി കൊടുത്തത് വെളിയിൽ പറയരുത്. അതിനു വേണ്ടിയിട്ടാണ് ആദില നൂറമാരുടെ കാല് പിടിച്ച് നിന്നത്. ആദില നൂറമാർ തല്ലിയാൽ വരെ ഈ മുഖം കാണിച്ചു കൊടുക്കുന്നു. ആദില നൂറമാർ തെറി വിളിച്ചു കഴിഞ്ഞാലും പിന്നെയും കെട്ടിപ്പിടിക്കുന്നു. ആദില നൂറമാരെ വിട്ടുപിടിക്കാതെ എന്തിന്? ഇതാണ് അനുമോളുടെ കള്ളത്തരം എന്ന് പറഞ്ഞാല്. ഇപ്പോഴും കിടന്ന് അനുമോള് മോങ്ങുകയാണ്. കാരണം എന്താ? എല്ലാം പുറത്തു വന്നിരിക്കുന്നു. അയ്യോ ഇനി എന്ത് ചെയ്യും, എല്ലാം പുറത്തായല്ലോ ഈശ്വര എന്ന് പറഞ്ഞിപ്പോഴും കരയുകയാണ്. പിആറുകൾ കരഞ്ഞ് കണ്ണീര് വരുന്നു. പിആറുകളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനുമോളൊക്കെ വേണ്ടി കരഞ്ഞ് നിലവിളിക്കുകയാണ് പിആറുകള്. അനുമോള് നിനക്ക് സമാധാനമായില്ലടി അതില്, നിനക്ക് സമാധാനമായില്ലടി അതില്. എന്റെ പൊന്നി ചങ്ങാതിമാരെ, കള്ളത്തരം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടോ? ദൈവമുണ്ട്. ദൈവമാണ് ഇവർക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. ആ അനീഷ് എന്ന് പറയുന്ന മനുഷ്യനെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഇവറ്റകള്. അന്ന് ഈ അനുമോള് വായിൽ പഴവും തിരികെ ഇരിക്കുമായിരുന്നു. ഒരക്ഷരം ഈ അനുമോള് പറഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരം ഈ അനുമോള് പറഞ്ഞിട്ടുണ്ടോ? എന്താ കാരണം? ഇതുപോലെയുള്ള കള്ളത്തരമാണ് ഈ 3 പേര് പാട്ട ഗേൾസ് എന്ന് പറയുന്ന പേരും ഇട്ടിട്ട് 3 പേരും നടത്തിയിരിക്കുന്നത് കള്ളത്തരമാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കണം, ഇവറ്റകൾക്ക് വോട്ട് കൊടുക്കണോ? ഇവറ്റകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കരഞ്ഞ് നിലവിളിക്കുന്നവർ കുറെ എണ്ണം ഉണ്ടല്ലോ. അവരോട് ചോദിക്കണം, എന്തിന്റെ അടിസ്ഥാനത്തിലാണോ വോട്ട് കൊടുക്കേണ്ടത്? എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇവിടെ വന്ന നേരം മുതൽ കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അല്ലാതെ എന്ത് ഗെയിമാണ് ഇവരൊക്കെ കളിച്ചിരിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കുന്നത്. എന്ത് ഗെയിമാണ്? എന്തെങ്കിലും ഒരു ഗെയിം ഇവർ കളിച്ചിട്ടുണ്ടോ? കള്ളത്തരം, വഞ്ചന, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിഹിതം, പിന്നെ എന്ന് പറഞ്ഞാൽ പുതപ്പിന്റെ ഉള്ളിൽ വല്ലൊരു ഷഡ്ഡി നോക്കൽ, ഇതല്ലാതെ ഇവർ എന്തെങ്കിലും ഒരു ടാസ്ക് കളിച്ചിട്ടുണ്ടോ? ഡബിൾ മീനിങ് പറയുന്ന അവറ്റകളുടെ കൂടെ കൂടിയിട്ട് പല കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡേർട്ടി ഗെയിമാണ് ഇവരൊക്കെ കളിച്ചത്. എന്നിട്ട് പറയുകയാണ് ഇവർക്ക് തന്നെ കപ്പ് കൊടുക്കണം, അനുമോള് തന്നെ കപ്പ് കൊടുക്കണം. ആദില നൂറമാർ ചതിച്ചു. ആദില നൂറമാർ ചതിച്ചതല്ല. ആദില നൂറമാർ എങ്ങനെയുള്ളവരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദില നൂറമാരുടെ കൂടെ കൂട്ടിയിട്ട് മറ്റു പലരെയും അങ്ങ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴേ അവറ്റകൾ എന്ത് ചെയ്തു? എടുത്തങ്ങ് ഉടുക്കുകയും ചെയ്തു. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കള്ളത്തരം കാണിക്കാൻ എല്ലാവരും മിടുക്കരാണ്. എല്ലാവർക്കും വേണ്ടത് 50 ലക്ഷം തന്നെയാണ്. ഇതിന്റെ ഭീതം പറ്റാൻ വേണ്ടിയിട്ട് പുറത്തെ കഴുകൻ കണ്ണുകളുമായിട്ട് കുറെ എണ്ണം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവറ്റകളുടെ കരച്ചിലാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിന്റെയും അതുപോലെ ബിഗ് ബോസിന്റെയും പുറകെ തന്നെയാണ്. ഇന്ന് ലാലേട്ടനെയും ചീത്ത പറയുന്നുണ്ട്. ആ ഒരു പേര് ഞാൻ തരാം. അപ്പൊ അങ്ങനെ ഈ അനുമോള് ഫാൻസ് എന്ന് പറയുന്ന കുറെ എണ്ണം വന്നിട്ട് ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പൊന്നു മക്കളെ, പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്താ നേടാൻ പറ്റാത്തത്? ഇപ്പൊ അനീഷിന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ അയാളും ഭാര്യ എറിയൂ. അയാൾ ഭാര്യ എറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും ഇതേപോലെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അയാൾക്ക് ആരും പറയാനില്ല. എന്തുകൊണ്ടാ? പൈസ കൊടുക്കാനില്ല. പൈസ കൊടുക്കാനില്ല, അതുകൊണ്ട് ആരും ഉണ്ടായില്ല. 10 പേര് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവരുടെ ആ മാനിപ്പുലേഷനിൽ വീഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കള്ളത്തരങ്ങളും ബാത്റൂമിന്റെ ഉള്ളിൽ, അതല്ലേ ലാലേട്ടൻ എടുത്തു ചോദിച്ചത്. 3 പേരും എന്തിന് ബാത്റൂമിൽ കയറി? 3 പേരും എന്തിന് ഡ്രസ്സിംഗ് റൂമിൽ കയറി എന്ന് ലാലേട്ടൻ ചോദിച്ചില്ലേ? അതായത് ഇവര് 3 പെൺകുട്ടികളാണ്, ശരിയാണ്. പക്ഷെ എന്തിന് കയറി എന്ന് ലാലേട്ടൻ കൗതുകത്തിന് ചോദിച്ചതല്ല. അവർക്കറിയാം, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവിടെ നടക്കുന്ന A to Z കാര്യങ്ങള് ഇവർക്കറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ കുത്തി ഇതൊരു പണിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ അങ്ങ് തീരുമാനിച്ചു. ഇപ്പോഴെടുത്ത് പുറത്തിട്ട് കൊടുത്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് കരച്ചിലും വീഴ്ചലും ഒക്കെ കണ്ടു കഴിഞ്ഞാലും എന്തൊരു സത്യസന്ധതയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ PR ഉണ്ടോ എന്ന്
ചോദിച്ചപ്പോഴും നിഷേധിച്ചിട്ടില്ല. 16 ലക്ഷം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോഴും നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? ഇപ്പൊ ബിന്നി എന്ന് പറയുന്നവള് 16 ലക്ഷത്തിന്റെ PR കഥ പറഞ്ഞപ്പോഴേ അവളെ അവിടെ വെച്ചിട്ട് അവളോട് പറഞ്ഞത് ജയിച്ചൂടെ? നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് തെളിയിക്കാൻ കഴിയുക? എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം, കൊടുത്തത് കാര്യങ്ങള്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തത്, ഈ കാര്യങ്ങളൊക്കെ നടന്നത് തന്നെയാണ്. ഇതാരോടും പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇത്രയും നാള് ആദില നൂറമാരുടെ കാല് പിടിച്ച് നടന്നത്. ആദില നൂറമാർ ഇത്രയും പാതകം ചെയ്തിട്ട് ഞാൻ ആലോചിക്കും, എന്തിനാടാ വീണ്ടും വീണ്ടും ഈ പെണ്ണ് അങ്ങോട്ട് തന്നെ പോകുന്നത് എന്ന് തോന്നുമ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഇവരുടെ കള്ളത്തരത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാല്. ഇനിയിപ്പോഴും തൂറിയും മെഴുകുകയാണ്. എല്ലാവരും കരഞ്ഞും തൂറിയും മെഴുകട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമും ഇല്ലാതെ ഇവറ്റകൾക്ക് വോട്ട് കൊടുക്കണോ? അത് മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയൊരു സംഭവം എന്താ അറിയാ? ഈ അനുമോള് എന്ന് പറയുന്ന ഈ ടീമിന്റെ ആൾക്കാരാണ് ഈ ആദില നൂറമാരെയൊക്കെ വളർത്തിയത്. അതിന്റെ കൂട്ടക്കരിച്ചിലാണ് ഇപ്പം കേൾക്കുന്നത്. അതായത് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വോട്ട് മറിച്ചു കൊടുക്കലും തിരിച്ചു കൊടുക്കലും ഇവർക്ക് വേണ്ടിയിട്ട് പണം എറിഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആദില നൂറമാർക്ക് വേണ്ടിയിട്ട് പോലും ഈ PR വർക്ക് ചെയ്തിട്ടുണ്ട് പോലും. ഇപ്പൊ അതിന്റെ നന്ദി ഈറ്റുകൾ നല്ല രീതിയിൽ കാണിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നിങ്ങൾ ആലോചിക്കുക, ഇവറ്റകൾക്ക് വോട്ട് കൊടുക്കണോ? ഈ ജയിക്കാൻ അർഹതയുണ്ടോ? ഇത്രയും കള്ളത്തരം കാണിച്ച അനുമോളക്ക് ജയിക്കാൻ അർഹതയുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇതൊന്നും നമ്മൾ പറയുന്നല്ല, ഏഷ്യാനെറ്റിന്റെ പ്രമോല് പറയുന്നതാണ്. പ്രമോല് പറയുന്നുണ്ട്, പ്രമോല് നമ്മൾ കേൾക്കുന്നതല്ലേ. അല്ലാതെ ഇതൊന്നും ആരും ഉണ്ടാക്കുന്നൊന്നുമല്ല, ഇതൊന്നും എവിടെ നിന്ന് കൊണ്ടുവന്നതുമല്ല. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടന്ന സംഭവമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതൊരു സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ഈ അറ്റാക്കോ ഒന്നുമല്ല. ഇത് അവിടെ കിടന്നിട്ട് ചീഞ്ഞളിയുകയാണ്. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഞാൻ കിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരിക വേണ്ടേ? അതല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തേഞ്ഞൊട്ടലൊട്ടിയിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നത്? അത് ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾ അവരുണ്ടാവും. കാരണം വെച്ചാൽ പങ്ക് കിട്ടുന്നതിന് നമ്മൾ എല്ലാവരും കൂട്ടുണ്ടാവും. പങ്ക് കിട്ടുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ പൊക്കി പാഴിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് നല്ല രീതിയിലുള്ള പങ്ക് കച്ചവടക്കാർ അവിടെ ഉണ്ട്. ഇന്ന് അവറ്റകളൊക്കെ കരിയായെന്ന് ഓരോരുത്തന്മാർ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കണ്ണീര് തുടക്കുക. അതായത് അനുമോളെ എവിടെ നിന്ന് ആക്രമിക്കുന്നുണ്ട്? ആരാക്രമിക്കുന്നത്? അനുമോള് ചെയ്തു കൂട്ടിയത് അനുമോൾ അനുഭവിക്കുന്നു, അത്രേ പറയാനുള്ളൂ. അനുമോള് അവിടെ കിടന്ന് ചെയ്തു കൂട്ടിയതും അതുപോലെ തന്നെ അവിടെ ഓരോരോ ആൾക്കെതിരെ അനുമോൾ കളിച്ച കളിയും ഇപ്പോഴെല്ലാം തിരിച്ചടിച്ചിരിക്കുന്നത്. ദൈവമുണ്ട്. നമ്മൾ എന്ത് കള്ളക്കളി കളിച്ചു കഴിഞ്ഞാലും ദൈവം നമ്മളെ ഒരു ഇത് വരുമ്പോൾ പൂട്ടിയിടൂ. നമ്മൾ വിചാരിക്കുന്ന എന്താ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടൂല എന്നാ. ഇവിടെ കള്ളക്കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം ശിക്ഷിക്കും, അത് ഉറപ്പാണ്. ഇത്രയും വലിയൊരു കള്ളക്കളി കളിക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് പാട്ടാ ഗേൾസ് എന്ന് പറയുന്ന പേരും പറഞ്ഞിട്ട് ഇവറ്റകൾ കളിക്കുന്ന ഇത്രയും വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം. അതാണ് നിങ്ങൾ, ഇവരെ എന്തൊരു സ്നേഹമായിരുന്നു. പാട്ടാ ഗേൾസിന് വേണ്ടിയിട്ട് പാട്ടാക്കല്, പാട്ടാ ഗേൾസിന് വേണ്ടിയിട്ട് ഒരു ഇതാക്കല്. എന്തായി ഇപ്പൊ എന്തായി? കട്ടക്കെട്ട്. കാരണം എന്താ വെച്ചാൽ അനുഭവിക്കണായിരുന്നു. നന്ദി, നമസ്കാരം. അനീഷ് വോട്ട് ചെയ്യടാ. എന്തിനു ഇവറ്റകൾക്കെല്ലാം വോട്ട് ചെയ്യുന്നു? ബൈ.